ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ആനച്ചുവടി എന്ന് പറയുന്ന ഒരു ചെടിയെ പറ്റിയാണ് പറയാൻ പോകുന്നത്. അതിനു മുമ്പേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ആനച്ചുവടിയിലേക്ക് പോകാം. ആനച്ചുവടി, പ്രിക്ലി ലീഫ് എലിഫാൻറ്റ് ഫുഡ്, ബുൾസ് ടങ് എന്നൊക്കെയാണ് ഇതിൻ്റെ പേരുകൾ. ഇതിൻ്റെ കുടുംബം അസ്റ്ററേസിയ, ശാസ്ത്രീയ നാമം എലിഫൻറ്റോപ്പസ് സ്കാബോ. ഹോർട്ടസ് മലബാർക്കസിലെ 10ാം വാല്യത്തിൽ പരാമർശിക്കുന്ന സസ്യമാണ് ആനച്ചുവടി. കേരളത്തിലെമ്പാടും സമൃദ്ധമായി വളരുന്ന ഒരു ചെറു ചെടിയാണ് ആനച്ചുവടി. ആനയുടെ കാലടിപ്പാട് പോലെ വൃത്താകൃതിയിൽ വളരുന്നതിനാലാണ് ചെടിക്ക് ആനച്ചുവടി എന്ന പേര് ലഭിച്ചത്. ആനയടിയെന്നും ഇതിന് പേരുണ്ട്. ഇതേ കാരണത്താൽ തന്നെയാണ് ശാസ്ത്രീയ നാമമായ ലത്തീൻ പദവും ഉരുത്തിരിഞ്ഞത്. സംസ്കൃതത്തിൽ ഗോജിഹ്വ, പശുവിൻ്റെ നാക്ക് പോലെ ഇരിക്കുന്നതിനാൽ എന്നും പറയുന്നുണ്ട്. ഗോപി, ഖരപർണിനി എന്നും പറയുന്നു. തണ്ടുകളില്ലാത്ത ഇവയ്ക്ക് കന്നുകാലികളുടെ നാവിൻ്റെ ആകൃതി ആയതിനാലാണ് സംസ്കൃതത്തിൽ ഗോജിഹ്വ എന്നും ഇംഗ്ലീഷിൽ ബുൾസ് ടങ് എന്നും വിളിക്കുന്നത്. തണലും ഈർപ്പവുമുള്ള സ്ഥലങ്ങളാണ് ഇതിനിഷ്ടം. പുരയിടങ്ങളിലും പാടവരമ്പുകളിലും കാടുകളിലും കാണപ്പെടുന്നു. നിലം പറ്റി വളരുന്ന ഒരു ഔഷധ സസ്യമാണ് ആനച്ചുവടി. ഈ സസ്യം ആനയടിയൻ, ആനച്ചുണ്ട എന്നീ പേരുകളിലും അറിയപ്പെടുന്നു. തണലുകൾ വളരുന്ന ഈ ചെടി പല അസുഖങ്ങൾക്കും ഒറ്റമൂലിയാണ്. ആഫ്രിക്ക, കിഴക്കൻ ഏഷ്യ, ഇന്ത്യൻ ഉപഭൂഖണ്ഡം, തെക്കുകിഴക്കൻ ഏഷ്യ, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ ഈ സസ്യം കാണുന്നു. ഇതിൻ്റെ കാണ്ഡം വളരെ ചെറുതും പ്രഗന്ധ രൂപത്തിലുമുള്ളതാണ്. കാഠിന്യവും ബലവുമുള്ള ഇവയിൽ രോമാവൃതമായ വലയങ്ങളുണ്ടായിരിക്കും. ഇലകൾ നിലം പറ്റിയാണ് വളരുന്നത്. ഇരുണ്ട പച്ചനിറമുള്ള ഇലകൾക്ക് 10 മുതൽ 20 സെൻറ്റിമീറ്റർ നീളവും 3 മുതൽ 7 സെൻറ്റിമീറ്റർ വീതിയും ഉണ്ടാകും. പ്രകന്ധനത്തിൽ നിന്ന് 4 പാടേക്ക് വികേന്ദ്രീകരിച്ചു പോകുന്ന രീതിയിലാണ് ഇലകൾ കാണുന്നത്. പൂക്കൾ ഇലക്കൂട്ടത്തിന് ഒറ്റ മധ്യത്തിലായി ഉയർന്നു നിൽക്കുന്ന കാഠിന്യമുള്ള പൂക്കുലത്തണ്ടിലാണ് ഉണ്ടാകുന്നത്. ഇതിൽ ചിലപ്പോൾ ഇലകളും ഉണ്ടാകാറുണ്ട്. ഇതിൻ്റെ മുകളറ്റത്തായി ധാരാളം പൂങ്കുലകൾ തിങ്ങി വിങ്ങിയിരിക്കുന്നത് കാണാം. പൂങ്കുലയ്ക്ക് ചുറ്റും പത്രസമാനമായ 3 വലിയ സഹപത്രങ്ങളുണ്ടാവും. പൂക്കൾ വളരെ ചെറുതാണ്, ഇളം വയലറ്റ് നിറം. കായ്ക്ക് 1/2 സെൻറ്റിമീറ്റർ മാത്രമാണ് നീളം. ദഹന വ്യവസ്ഥയെ ശക്തമാക്കുന്ന ഇവ ഭക്ഷ്യയോഗ്യമാണ്. ഇലയുടെ ജ്യൂസ് കഴിക്കാം, ചോറ് വേവിക്കുമ്പോൾ ചേർക്കാം, അടയുണ്ടാക്കാം. ഹൃദയം, തലച്ചോറ് എന്നിവയുടെ പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തുന്നു. ഇതിലടങ്ങിയിരിക്കുന്ന എലിഫൻറ്റോപ്പിൻ എന്ന ഘടകം മുഴകളെ അലിയിക്കുന്നു. മന്ദരോഗം, പ്രമേഹം, പാമ്പുവിഷം, പനി, മൂത്രക്കടച്ചിൽ, വയറിളക്കം, ഗൊണേറിയ തുടങ്ങിയവയ്ക്ക് ഔഷധമാണ്. ആനച്ചുവടിയിൽ വഴുവഴുപ്പുള്ള ഒരു പദാർത്ഥമുണ്ട്. ഒപ്പം സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം, ഇരുമ്പ്, കാൽസ്യം എന്നിവയും അടങ്ങിയിരിക്കുന്നു. ചെടി സമൂലം മരുന്നിനായി ഉപയോഗിക്കുന്നു. ചുമ, പനി, കുഷ്ഠം, ഹൃദ്രോഗം, മൂത്രസംബന്ധമായ രോഗങ്ങൾ, അതിസാരം, വയറുകടി, നേത്രരോഗങ്ങൾ എന്നിവയ്ക്ക് ഇത് ഉത്തമ ഔഷധമാണ്. വിഷബാധയ്ക്ക് മറുമരുന്നായി ഉപയോഗിക്കാറുണ്ട്. നാട്ടുവൈദ്യത്തിൽ ഗർഭചിത്രം നടത്താനും ആർത്തവക്രമക്കേടുകൾ പരിഹരിക്കുവാനും പ്രസവശേഷ മറുപിള്ള എളുപ്പത്തിൽ വീഴിക്കാനും ഇതിൻ്റെ സ്വരസം ഉപയോഗിച്ചിരുന്നു. ഇന്നത്തോടെ ആനച്ചുവടിയിൽ ഇതോടെ വിശേഷം കഴിഞ്ഞിരിക്കുന്നു. ഇനി അടുത്ത ദിവസം അടുത്ത ചെടിയുടെ വിശേഷവുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.